എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ദോശമാവിൻ്റെ റെസിപ്പിയാണ്. ദോശമാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാവാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്നും വെള്ളത്തിലിടണം. നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അരി ഉഴുന്നും വെള്ളത്തിലേക്ക് ഇടുക. അതിന് വേണ്ടിയിട്ട് ഏത് കപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ എടുക്കാം. സാധാരണ ഗ്ലാസ് ആയാലും മതി, സ്റ്റീൽ ഗ്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ 250 മില്ലിയുടെ ഒരു കപ്പ് മെഷർ ചെയ്യാൻ എടുത്താലും മതി. നമ്മളിതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിലും ആണ് അളന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പച്ചരി അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അരി, ഇതിൽ രണ്ടിൽ ഏതും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇഡ്ഡലി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പച്ചരി അങ്ങനെ സാധാരണ അങ്ങനെ കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി അരി വെച്ചിട്ട് ചെയ്യുന്നത്. പച്ചരി കിട്ടുന്നവർ പച്ചരി വെച്ച് ചെയ്യാം. ഇനി ദോശയ്ക്ക് നല്ലൊരു മയവും അതുപോലെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് ഉലുവ. 1 ടീസ്പൂൺ മുഴുവനുള്ള ഉലുവയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ പകുതി ഉഴുന്നാണ് ചേർക്കുന്നത്. അപ്പോൾ ഉഴുന്ന് ചിലർ പകുതി എടുക്കുന്നവരുണ്ട്, അതിനെക്കാട്ടിൽ കുറച്ച് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിന് പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 3/4 കപ്പ് ഉഴുന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യം ഈ അരിയും ഉഴുന്നും നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കിതൊരു 4 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ചിലർ ഇത് വെള്ളത്തിലിട്ടിട്ട് അരയ്ക്കാൻ നേരം കഴുകുന്നവരുമുണ്ട്. പക്ഷേ കഴുകിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാൻ നേരം വളരെ എളുപ്പമായിരിക്കും. നമ്മളൊരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആവുന്ന സമയം നമുക്കിത് അരച്ച് വെക്കാം. അപ്പോൾ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അരയ്ക്കാൻ പോകുന്നത് ഉഴുന്നാണ്. അരി ഉഴുന്ന് നമ്മൾ കുതിർക്കാനിടുമ്പം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് വേണം കുതിർക്കാനായിട്ട്. സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്നാണ് അരയ്ക്കുന്നത്. ഉഴുന്നരയ്ക്കുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് ചോറും കൂടി ഇടുന്നുണ്ട്. നമ്മൾ മട്ട അരിയുടെ ചോറാണ് എടുക്കുന്നത്. മട്ട അരിയോ വെള്ള അരിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ മൊത്തത്തിൽ 1 കപ്പ് ചോറാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വീതം നമ്മൾ രണ്ടിലും ചേർത്തിട്ട് അരയ്ക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് വെള്ളം കൂടണ്ട. നമ്മൾ വെള്ളം ഒഴിക്കുമ്പം വെള്ളം അതിന് മുകളിലായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്ന് നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ കഴുകൊന്നും വേണ്ട, നമ്മൾ അരിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കും. ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ചോറ് കൂടുതലായിട്ട് ഇഡ്ഡലിയെക്കാട്ടിലും ചേർക്കും. അപ്പോഴാണ് ആ ദോശ നല്ല മൊരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരുപാട് ദോശമാവ് പുളിച്ചു പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ 1 കപ്പ് എന്നുള്ളത് 1/2 കപ്പ് ചേർത്താൽ മതി. ഇവിടെ ഒത്തിരി തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും ഇത് പൊങ്ങി വരാൻ. അപ്പോൾ ഞാൻ ചോറ് 1 കപ്പാണ് ചേർക്കാറുള്ളത്. ബാക്കി 1/2 കപ്പ് ചോറും കൂടെ നമ്മൾ അരിയുടെ കൂടെ ഇട്ടിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് കൂടരുത്. നമ്മൾ ആ ഇടുന്ന അരിയുടെ മുകളിൽ ചെറുതായിട്ട് നിൽക്കണം. അരിയും നമ്മൾ നന്നായിട്ടിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ അരി ഉഴുന്നും അരയ്ക്കുമ്പോൾ മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഒഴിച്ച് മാത്രം വയ്ക്കരുത്. അങ്ങനെയാണെങ്കിൽ അത് പൊങ്ങിക്കിട്ടില്ല. നമ്മളിപ്പോൾ ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ചേർക്കുകയാണ്. ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ പൊങ്ങി വന്നതിന് ശേഷവും ചേർക്കാം. പക്ഷേ ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം 8 മുതൽ 12 മണിക്കൂർ വരെ മാറ്റി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. നമുക്ക് ഓവൻ കാണും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ലൈറ്റ് ഓണാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ചൂട് കിട്ടും. നമ്മൾ ലൈറ്റ് മാത്രമാണ് ഓണാക്കി കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ അടച്ച് നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടും. ഒരുപാട് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ പോരാ, അതിനേക്കാട്ടിലും കൂടുതൽ സമയം ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പം വൈകിട്ട് ഒരു 6 മണി സമയമായപ്പോഴാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചത്. രാവിലെ ഒരു 8:30 സമയമായപ്പോഴത്തേക്ക് ഇത് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മാവ് നന്നായിട്ട് പൊങ്ങി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ തവി വെച്ചിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആയെങ്കിൽ മാത്രമേ നിങ്ങൾ ദോശ ഇടാനായിട്ട് തുടങ്ങാവുള്ളൂ. ഈ മാവ് അതേപോലെ പൊങ്ങിയൊന്നും വന്നിട്ടില്ല,
പഴയ പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ചിട്ട് ഫെർമെൻ്റ് ആക്കിയതിന് ശേഷം മാത്രം ദോശ ഇടുക. അപ്പോൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൽ കുറച്ച് എണ്ണയൊന്ന് തടവി എടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു തവിയും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ദോശയാക്കി എടുക്കാം. നമ്മൾ ആദ്യം സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. സോഫ്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് പരത്തരുത്, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ദോശമാവ് ഒഴിച്ച വഴി തന്നെ നന്നായിട്ട് കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് നെയ്യൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകുന്നതിന് മുൻപ് തന്നെ ഇത് തിരിച്ചിടുക. അപ്പോഴാണ് കറക്റ്റ് നല്ല സോഫ്റ്റ് ദോശ കിട്ടുന്നത്. മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ട് തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ദോശ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടില്ല. തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊരുപാടങ്ങ് മൊരിയുന്നതിന് മുന്നായിട്ട് നമുക്കിത് മാറ്റാം. അപ്പോഴാണ് ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. എന്നാൽ ഇപ്പോൾ നല്ല കളറും വന്നിട്ടുണ്ട്. വീണ്ടും ദോശ ചുടുമ്പോൾ ഒന്നുകൂടെ എണ്ണ തൂത്തതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. ഇനി ഇതേ മാവിൽ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ മസാല ദോശയൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പം അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു ക്രിസ്പി ആയിട്ടുള്ള ദോശയും കൂടെ ഇതിൽ ഒന്ന് കാണിക്കാം. ഇതേ മാവ് വെച്ചിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. പക്ഷേ മൈസൂർ മസാല ദോശ അങ്ങനെയുള്ള ദോശകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താൽ നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ദോശ കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചിടാതെ നിങ്ങൾക്ക് ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ദോശയും ക്രിസ്പി ദോശയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബേസിക് കുക്കിംഗ് സീരീസിൻ്റെ റെസിപ്പികൾ നിങ്ങൾ ഇതിന് മുൻപ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്